ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജുപേഴ്സ്. നാളെ ഹിസ്റ്ററിയുടെ എക്സാമാണ്, +1 ഹിസ്റ്ററി. നാളത്തെ പരീക്ഷയ്ക്ക് എഴുത്ത് വിദ്യയും നഗരജീവിതവും എന്ന ഭാഗത്ത് നിന്ന് നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ്. ഒന്നാമത്തെ ചോദ്യം, മെസപ്പൊട്ടേമിയയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പ്രത്യേകതകൾ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് വ്യക്തമായി പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. മെസപ്പൊട്ടേമിയയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ. അതുപോലെ മറ്റൊരു ചോദ്യം, ലോകത്തിന് മെസപ്പൊട്ടേമിയയുടെ സംഭാവനകൾ എന്തൊക്കെ സംഭാവനകളാണ് മെസപ്പൊട്ടേമിയ ലോകത്തിന് നൽകിയിട്ടുള്ളത് എന്നതും നോക്കുക. ദെൻ മെസപ്പൊട്ടേമിയൻ നഗരജീവിതത്തെക്കുറിച്ച് വിശദമാക്കുക. അവിടുത്തെ നഗരജീവിതം എങ്ങനെയായിരുന്നു എന്നത് ആ ചോദ്യവും വൃത്തിയായിട്ട് പഠിക്കുക. അതുപോലെ മറ്റൊന്ന്, മെസപ്പൊട്ടേമിയൻ നഗരങ്ങളുടെ പേര് എഴുതുക. സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട 2 നദികൾ ഏതെല്ലാം? ആ നദികളുടെ പേര് പഠിക്കുക. അവിടുത്തെ എഴുത്ത് വിദ്യയുടെ ഉപയോഗങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് പഠിക്കുക. പിന്നീട് ഇതിൽ നിന്നും എസ്സേ വരാൻ സാധ്യതയുള്ളത് ക്യൂണിഫോം എഴുത്ത് രീതിയെക്കുറിച്ച് ഉപന്യാസം തയ്യാറാക്കുക, അല്ലെങ്കിൽ ക്യൂണിഫോം എഴുത്ത് രീതിയെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനായിരിക്കും, വിവരിക്കാനായിരിക്കും എസ്സേ സാധ്യതയുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ, എഴുത്ത് വിദ്യയുടെ വികാസത്തെക്കുറിച്ച് പറയണം, എഴുത്ത് രീതി എങ്ങനെയുള്ളതായിരുന്നെന്ന് പറയണം, അവിടുത്തെ സാക്ഷരതയെക്കുറിച്ച് പറയണം, അവിടുത്തെ എഴുത്ത് വിദ്യയുടെ ഉപയോഗങ്ങളെക്കുറിച്ചും എല്ലാം പറയണം. അപ്പോൾ അതിനെല്ലാം ഉപരി ഒരു എസ്സേ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അത് കഴിഞ്ഞ് അതിൻ്റെ കണ്ടന്റ് പാർട്ടുകളെല്ലാം വളരെ വൃത്തിയായിട്ട് പോയിൻ്റായിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക. ലാസ്റ്റ് ഒരു കൺക്ലൂഷനും കൊടുത്തിട്ട് വേണം. ഈ രീതിയിൽ, ഈ ഒരു ഫോർമാറ്റിൽ വേണം എസ്സേ എഴുതാൻ. ഓക്കെ. ദെൻ മെസപ്പൊട്ടേമിയയുടെ രാജകീയ തലസ്ഥാനം എവിടെയാണ്? മാരിയാണ് അവിടുത്തെ രാജകീയ തലസ്ഥാനം. അതുപോലെ ഷോർട്ടായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് സംഗതികളാണ് മാരി, ഉറൂക്ക്, യൂഫ്രട്ടീസ്, ടൈഗ്രീസ്, ബാബിലോൺ, നിനവെ, ഉർ, നിമ്രൂദ്. ഇതൊക്കെ എന്താണെന്നൊരു ധാരണയുണ്ടാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് പഠിച്ചെന്ന് ഉറപ്പുവരുത്തുക.